ബാബിൻ്റെ എന്ത് സ്പെഷ്യൽ? എന്ത് സ്പെഷ്യൽ വേണ്ടി? പൊതിച്ചോറാക്കിയാലോ? ഓക്കെ, സെറ്റ്. പൊതിച്ചോറ് എന്നുള്ളത് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അടുക്കളയിൽ എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാൻ വിട്ടുപോയി. നോക്കുമ്പോൾ ആശിക്ക ചാവക്കാട് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആളുടെ ബൈക്കുമ്പോൾ കയറിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മൺതല പള്ളി കേട്ടോ. ഒരുപാട് കാലമായിട്ട് ഗൾഫിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ മൺതല പള്ളിയാണ്. ഹൈവേ വന്നതിന് ശേഷമുള്ളൊരു മാറ്റമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ചാവക്കാടുക്കുള്ള ടേണിങ്ങിൽ ഇതേ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ പോയാൽ പിന്നെ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചാവക്കാട് സെൻട്രൽക്കൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ വൺ വേ നമുക്ക് നോർമലി അറിയാവുന്നതാണല്ലോ, ഈ ഭാഗങ്ങളൊക്കെ വൺ വേ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ആഷിക എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ആൾ നാളെ ടൂർ പോവാണ് ഫ്രണ്ട്സിനായിട്ട്. അപ്പോൾ ആൾക്ക് ഹുഡീസ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഹുഡീസ് തപ്പിയിട്ട് ഒരുപാട് ഷോപ്പൊന്നും കയറി ഇറങ്ങിയിട്ടില്ല. ചാവക്കാട് ഒരു ഷോപ്പിൽ കൊണ്ട് നിർത്തി 2-3 ഹുഡീസൊക്കെ ട്രൈ ചെയ്തു. ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു. പിന്നെ ഞങ്ങൾ ടീഷർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് സൂട്ടായതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ഹുഡീസൊക്കെ വാങ്ങിച്ച് ഞങ്ങളിനി നെക്സ്റ്റ് പച്ചക്കറി സെക്ഷനിലോട്ട് പോവുകയാണ്, പച്ചക്കറി കടയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ക്യാരറ്റായിട്ടൊന്ന് വീഡിയോ എടുത്ത് കളിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഐറ്റംസ് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു, ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം തന്നെ 12 മണിയായി. ഇനി അവിടെ പോയിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഞങ്ങളപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ചാവക്കാട് നിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സർവീസ് റോഡ്. തിരിച്ച് വരുമ്പോൾ നമ്മൾ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ വരുന്നത്. മേലെ കാണുന്നതാണ് മെയിൻ ഹൈവേ. അപ്പോൾ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇതിലെന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ. യെസ്, വാഴടല അല്ലേ. അപ്പോൾ നമുക്ക് ഇനി വാഴടല പൊട്ടിച്ചിട്ട് വരാം. വാഴയുടെ ഇല വെട്ടാൻ ഞാൻ ആഷിക്കാനെയാണ് ഏൽപ്പിച്ചത് പെട്ടു നായി. വാഴയുടെ ഇലയുടെ ഒരു വലിപ്പം നോക്ക്. അപ്പോൾ ലീനമോളെല്ലാം കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോഴേക്കും ഉമ്മ ഉപ്പേരിക്കുള്ള എല്ലാ പരിപാടിയും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചിട്ട് ഡയറക്റ്റ് അതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഉപ്പേരിപ്പണി തുടങ്ങാം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയ വെളിച്ചെണ്ണയിൽ കുറച്ച് പൊട്ടുകടലയും ഉണക്കമുളകും ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി തോരൻ റെഡി. ഉപ്പക്ക് ചാള പൊരിച്ചത് മതി എന്ന് പറഞ്ഞാണ് നമ്മൾ ചാള മസാല പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതിച്ചോറിൽ ലീനാക്ക് സ്പെഷ്യലായിട്ട് ഉരുളൻകിഴങ്ങ് പൊരിച്ചത് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പൊതിച്ചോറിൽ എനിക്ക് ഇഷ്ടം കഴിക്കാനായിട്ട് ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. അപ്പോൾ ഞാനിത് ബ്രിഞ്ചാൾ കട്ട് ചെയ്തിട്ട് മസാല ഒക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വേഗം നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതേ മത്തി നമ്മൾ പൊരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റിനുള്ളത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മത്തി നന്നാക്കുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ഞീന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലീന പറഞ്ഞു അത് ഞാൻ ഫ്രൈ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ലീന മോള് അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഞാൻ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ക്ലീനിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരാള് യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥ എന്നിട്ടത് അവിടെ റെഡി ആവുന്നുണ്ട്. നല്ലൊരു പിടി പിടിക്കേണ്ടി വരും. ചമ്മന്തി ഒക്കെ റെഡി ആയിട്ട് ഇപ്പോൾ ഇത് തരുമത്തെ പയറുമത്തെ ആയിട്ട് കേട്ടോ. ഞങ്ങൾ കിച്ചണിൽ തകൃതിയായി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പാനെ കാണാനില്ല കേട്ടോ. ചെന്ന് നോക്കിയപ്പോൾ പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് ഡ്രസ്സ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് പാവം. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ വറുക്കുന്നു. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ ചമ്മന്തി പൊടിച്ചിട്ട് 6 ഓംലെറ്റ് ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓംലെറ്റ് ഉണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്, പഞ്ഞീന് പൊരിച്ചിട്ടുണ്ട്, പിന്നെ ഇതാ ചാളയാണ് പൊരിച്ചിട്ടുള്ളത്, പിന്നെ ഉരുളൻകിഴങ്ങ് പൊരിച്ചിട്ടുണ്ട്, ബ്രിഞ്ചാൾ പൊരിച്ചിട്ടുണ്ട്. ചമ്മന്തി ഞങ്ങൾ 2 തരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ചെമ്മീൻ തിന്നാത്തവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ ചമ്മന്തിയും മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എനിക്കാണ് കേട്ടോ. സവോള ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഉപ്പിട്ടിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അച്ചാറ്, നല്ല കുത്തരി ചോറ്, പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മത്തയും പയറുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഉപ്പിലിട്ട് നെല്ലിക്കയുണ്ട് കേട്ടോ. നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇല വാട്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നല്ലിക്കാക്കിട്ട് ഇടാല്ലേ? മതിയോ? മതി. മത്തയും പയറും നടുവിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്.
ചമ്മന്തിയുടെ ഉരുള സൈഡിൽ കൊടുക്കുന്നുണ്ട്. ബ്രിഞ്ചാൾ ഫ്രൈ പൊട്ടാറ്റോ ഫ്രൈ നമുക്ക് ഇവിടെ വെക്കാം. ഒരു ചാള പൊരിച്ചത് ഇവിടെ വെക്കാം. ഇനി നമ്മളുടെ ഉപ്പേരി ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ വെക്കാട്ടോ. പഞ്ഞീന് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാർ വെക്കാം. നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഞാൻ ഈ സൈഡിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ പൊതിയോറും നെല്ലിക്ക ലെമൺ അച്ചാർ. നമ്മുടെ നെല്ലിക്ക എടുക്കാം. ഇച്ചിരി വെള്ളത്തോട് കൂടിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഈ അച്ചാറിന് ഇവിടെ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ലാസ്റ്റ് നമ്മളുടെ ഓംപ്ലേറ്റും കൂടെ ആയ ഇനി നമുക്ക് നമ്മുടെ ചോറിനെ പൊതിയാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നൊസ്റ്റാൾജിക് ഫീൽ കിട്ടണമെങ്കിൽ ഈ ഒരു ചാക്കുനൂല് വെച്ചിട്ട് വേണം കേട്ടോ കെട്ടാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റബ്ബർ ബാൻഡ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ചാക്കുനൂല് വെച്ചിട്ടൊന്ന് കെട്ടി നോക്കൂ കേട്ടോ. ഫസ്റ്റ് പൊതിച്ചോറ് ഓപ്പൺ ചെയ്തത് ആഷിക്കയാണ്. ആഷിക്കാട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. എല്ലാവരും എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും പൊതിച്ചോറ് ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. അതുവരേക്കും ടാറ്റ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.